ഇന്ന് മാർച്ച് 24 ചൊവ്വാഴ്ച ദിവസമാണ്. ഇന്ന് സത്യം പറഞ്ഞ അതിരാവിലെ എഴുന്നേറ്റ് ഒരു 6-6:30 ആകുമ്പോഴത്തേക്കും സ്വിഗ്ഗിയുടെ സോണിലേക്ക് പോകണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഉറങ്ങിയിട്ട് തീരുന്നില്ല, മതിയാവുന്നില്ല. നല്ല ചൂടുമല്ലേ. പിന്നെ ഈ ഒരു സമയത്ത്, അതായത് നമ്മളിപ്പോ ഡേ ടൈമിൽ നല്ല പൊരിഞ്ഞ വെയിലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും എങ്ങനെയാണ് നിങ്ങൾ സ്കിന്ന് കെയർ ചെയ്യുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ വെയിലത്ത് നിന്ന് രക്ഷപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രോഡക്റ്റുകൾ കാണിച്ചു തരാം. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ കാണിച്ചു തരാം. സോ ആദ്യം തന്നെ നമ്മുടെ ഗ്ലൗ ആണ്. ഈ ഗ്ലൗ ആക്ച്വലി ചെറിയ വിലയുള്ളൂ, 100-300 രൂപയുടെ ഉള്ളിൽ വരുന്ന ഗ്ലൗ മാത്രമാണ്. പിന്നെ ഗ്ലൗ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാ ഫിംഗേഴ്സും കവർ ചെയ്യുന്ന തരത്തിലുള്ള ഗ്ലൗ വാങ്ങുക. കാരണം നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് താഴെ വീഴുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കുത്തുന്നത് കൈയായിരിക്കും. അപ്പൊ ഈ വിരല് പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വിരല് നമ്മൾ റോട്ടിൽ വരുത്തും, പിന്നെ നമുക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫിംഗേഴ്സ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഗ്ലൗ വാങ്ങണം എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ തം ഫിംഗറിന് ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഗ്ലൗ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടച്ച് സ്ക്രീൻ വർക്ക് ആവില്ല. രണ്ടാമത്തത് ഈ ബാലാക്ലാവ മാസ്ക് എന്ന് പറയും ഇതിന്. ഇത് നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് മാത്രമായിരിക്കും പുറത്തേക്ക് വരുന്നത്, ബാക്കിയൊക്കെ ഇതിനകത്ത് മാസ്ക് ആയിരിക്കും. സോ ഇതിന്റെ പേര് ബാലാക്ലാവ മാസ്ക് എന്നാണ്. എല്ലാ പ്രൊഡക്റ്റും ഞാൻ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ നമ്മുടെ ചുണ്ടിന് പ്രൊട്ടക്ഷൻ വേണം, കാരണം വെയിൽ അടിക്കുന്ന സമയത്ത് ചുണ്ട് നന്നായിട്ട് കറുത്തിരിക്കും. അതുകൊണ്ട് വിഷ്കെയർ എന്ന പ്രൊഡക്റ്റ് ഉണ്ട്. വിഷ്കെയർ എന്ന ബ്രാൻഡിന്റെ ഒരു ലിപ് ബാം ആണ്. ആക്ച്വലി ഇത് സൺ പ്രൊട്ടക്ഷൻ വിത്ത് ഉള്ള ഒരു ലിപ് ബാം ആണ്. അടിപൊളിയാണ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് മെയിൻ ഇമ്പോർട്ടന്റ് 2.5 ലിറ്ററിന്റെ വെള്ളത്തിന്റെ ബോട്ടിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ടും നമ്മളൊരു 3 to 4 ലിറ്റേഴ്സ് എന്തായാലും കുടിച്ചിരിക്കണം, ബിക്കോസ് ഭയങ്കരമായ ചൂടാണ് ഗൈസ്. ഇപ്പൊ ചുണ്ടിനായി, നമ്മുടെ മുഖത്തിന് ഫുൾ പ്രൊട്ടക്ഷനായി, ബാക്കിയുള്ള കാര്യങ്ങളായി. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് സൺഗ്ലാസ് ആണ്. ഇത് ആക്ച്വലി ലെൻസ്കാർട്ട് എന്ന ബ്രാൻഡിന്റെ വിൻസെൻചേസ് എന്ന മോഡലിന്റെ ഒരു സൺഗ്ലാസ് ആണ്. ആക്ച്വലി ഇത് വാസ് ഗുഡ് ആണ്, കാരണം നമ്മളെ സൺ എക്സ്പോഷർ കുറയ്ക്കാനും അതുപോലെ തന്നെ വെയിലേറ്റിട്ട് നമ്മുടെ കണ്ണിന്റെ അടിയിലൊക്കെ കറുപ്പ് വരാതിരിക്കാനും ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. സോ ഞാൻ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്തേക്കാം. പിന്നെ അടുത്ത മെയിൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ സൺസ്ക്രീൻ ജാക്കറ്റ് ആണ്. ഇതും ആക്ച്വലി നൈസ് ആണ്, കാരണം നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗം മുതൽ കഴുത്ത്, ഫേസ്, എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും നമുക്ക് കിട്ടുന്ന ഒരേ ഒരു സാധനം ഇതാണ്. സോ ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ് ഞാൻ സ്വിഗ്ഗിക്ക് പോകുന്നത്. ആ സമയത്ത് നമ്മുടെ ഭയങ്കരമായിട്ട് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് ധാരാളമാണ്. അപ്പൊ ഇന്നിനി വൈകുന്നേരം വരെ വർക്ക് ചെയ്തിട്ട് എത്ര രൂപ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നോക്കാം. ഞാനിപ്പോൾ ആക്ച്വലി കുറച്ച് സൺ ടാൻ അടിച്ചിട്ടുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ ഈ കഴിഞ്ഞൊരു 2-3 ദിവസമായിട്ട് കൊടുങ്ങല്ലൂർ ഭരണി നടന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ സമയത്ത് നമ്മളൊരു ചെറിയൊരു ഷൂട്ടും പരിപാടിയൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ പൊരിഞ്ഞ വെയിലായിരുന്നു, നല്ല വെയിലെന്ന് പറഞ്ഞാൽ രാവിലെ 7 മണി മുതൽ രാത്രിയല്ല, ഈവനിങ് ഒരു 6 മണി വരെ ഉള്ള വെയിൽ മൊത്തം ഞാൻ കൊണ്ടു. അപ്പം ആ സമയത്ത് നമുക്ക് ഇങ്ങനെ മൂടി പൊതിച്ചിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉണ്ടായ ടാനിങ് ആണ് ഈ കാണുന്നത് മൊത്തം. ഓക്കെ ഗൈസ്, അപ്പോൾ അത് പതുക്കെ മാറിക്കോളും. അപ്പോൾ നമുക്ക് എന്തായാലും വർക്കിന് പോവാം. ഇനി എത്ര രൂപ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം. നമ്മളങ്ങനെ സോണിൽ എത്തുന്ന സമയമെന്ന് പറയുന്നത് 10:15 സുഹൃത്തുക്കളെ. നൈസായിട്ട് എനിക്ക് ജലദോഷം പിടിച്ചത് കൊണ്ട് സൗണ്ട് അത്ര വൃത്തിയായിട്ട് വരുന്നില്ല. സോ നമുക്കിപ്പോൾ ഡ്യൂട്ടി ഓൺലൈൻ പോവാം. നമ്മളിന്ന് ആക്ച്വലി ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന സമയം ഭയങ്കര നേരത്തെയാണ്, കാരണം നമ്മൾ സാധാരണ ഇവിടെ വരുന്ന സമയത്ത് 11:15, 11:30 ആ ഒരു സമയത്തായിരുന്നു വരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ 10:15 സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു 500 രൂപ അടിച്ചിട്ടൊരു 3 വരെ ആകുമ്പോഴത്തേക്കും പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല ചോറും മുട്ട പൊരിച്ചതും മുരിങ്ങയില കറിയും ഒക്കെ ഉള്ളത് കൊണ്ട് നൈസായിട്ട് അതങ്ങ് പൊതിഞ്ഞിങ്ങ് എടുത്തു. അതാവുന്ന സമയത്ത് ഇനിയിപ്പോ ഹോട്ടലിനെ ആശ്രയിക്കേണ്ട, ആ ഒരു 60-70 രൂപയും കൂടെ നമുക്ക് ബോണസ് ആയിട്ട് കിട്ടൂലോ. സോ ഇങ്ങനത്തെ ജോലിക്കൊക്കെ ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് പോയാലേ ഉള്ളൂ നമുക്ക് അത്യാവശ്യം ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇനി ആദ്യത്തെ ഓർഡർ ഇനി എപ്പോൾ അടിയോ നോക്കാം. നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഒരു 9 ദിവസം ആയതിനു ശേഷമാണ് ഇപ്പൊ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ 9 ദിവസവും ഞാൻ ഷൂട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. ഡ്യൂട്ടി ഓൺ ആക്കി ആദ്യത്തെ 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആദ്യത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹോട്ടൽ സാഗർ എന്നാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ചെറിയ ഓർഡർ ആണ്, 20 രൂപയുടെ ഓർഡർ ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. സോ ഈ വെയിൽ കാണുന്ന സമയത്ത് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. എന്റെ പൊന്നളിയാ, ഇങ്ങനത്തെ വെയിലിൽ എങ്ങനെ പണിയെടുക്കാനാണ്. എന്തായാലും നമുക്ക് പോയാലേ പറ്റൂ. നമുക്ക് ഈ എനർജി എന്തായാലും ഡ്യൂട്ടി അവസാനിക്കുന്നത് വരെ ഈ എനർജിയോട് കൂടെ തന്നെ പോകണം. നമ്മൾ ഒന്നും നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ പാഴാക്കാനായിട്ട് പാടില്ല ഗൈസ്. വേറെ ഏത് അസുഖവും നമുക്ക് ഭയങ്കരമായിട്ട് സഹിക്കാനായിട്ട് പറ്റും, പക്ഷെ ജലദോഷവും
പല്ലുവേദനയും വന്നിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നളിയ, ഇതിലും വലിയ വെറുപ്പിക്കലായിട്ടുള്ള ഒരു രോഗം ഈ ലോകത്ത് വേറെ ഇല്ലാന്ന് ഞാൻ പറയും. ഈ പല ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ചോദിക്കുന്നുണ്ട്, രാവിലെ ഇറങ്ങുന്നതാണോ ഉച്ചയ്ക്ക് ഇറങ്ങുന്നതാണോ രാത്രി ഇറങ്ങുന്നതാണോ ഏറ്റവും ബെറ്റർ എന്നുള്ള കാര്യം. രാത്രി ഇറങ്ങുന്ന സമയത്ത് ലേറ്റ് നൈറ്റ് ഓടുന്ന സമയത്ത് നമുക്ക് 20 രൂപ അഡീഷണൽ ലേറ്റ് നൈറ്റ് സർജ് അവൈലബിലിറ്റി ഉണ്ട്. സോ മേ ബി നിങ്ങൾക്ക് ആ സമയത്ത് ഓടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് തോന്നുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാൻ, നമുക്ക് ഉറക്കം ഭയങ്കരമായിട്ട് അതിനെ ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ വേറൊരു വർക്ക് കഴിഞ്ഞിട്ട് ലേറ്റ് നൈറ്റ് ഇത് ഓടുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം എപ്പോഴാണോ അപ്പോൾ വർക്ക് ചെയ്യുക. എങ്ങനെ പോയാലും ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ 7 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 500-600 രൂപ എന്തായാലും നമുക്ക് പെട്രോൾ എക്സ്പെൻസ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് കയ്യിൽ വെക്കാൻ പറ്റും. അതെന്തായാലും ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഇപ്പൊ ഓർഡർ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഓർഡർ ഇല്ലാത്തപ്പോൾ ഞാൻ ഗ്യാരണ്ടീഡ് അല്ല. എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് 7 മണിക്കൂറൊക്കെ വർക്ക് ചെയ്തിട്ട് 300 രൂപ അടിച്ചു പോയ ദിവസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഓർഡർ ഇല്ലാത്ത സമയത്താണ്. ഓർഡർ ഉള്ള സമയത്ത് എന്തായാലും ഒരു 500 രൂപ 600 രൂപ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൈ കിട്ടും. പിന്നെ ഞാൻ ഈ വർക്കിന് ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ഇതൊരു പാർട്ട് ടൈം ജോലിയായിട്ട് മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനിതിൽ പിടിച്ചു നിൽക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് വേറെയും പരിപാടികളുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. സോ അതില്ലാത്ത സമയത്ത് മാത്രമേ ഞാൻ സ്വിഗ്ഗി ഓടാറുള്ളൂ. എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും അങ്ങോട്ടായിരിക്കും. നമ്മുടെ ആദ്യത്തെ റെസ്റ്റോറന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹോട്ടൽ സാഗറിൽ നിന്നും. ഇവിടെ ഫുഡ് ഓൾറെഡി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് അങ്ങ് വേഗം പോകാമായിരുന്നു. ഫുഡ് റെഡി ആയിട്ടില്ല, നമുക്ക് കാത്തിരിക്കണം. ചിക്കൻ ബിരിയാണി ഫുൾ ആണല്ലോ നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത്. എന്തായാലും കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ രാവിലെ 10:30 മണിക്കൊക്കെ ആരടാ ഈ ചിക്കൻ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഈ ഓർഡർ ചെയ്ത ആള് ഉച്ചക്കത്തെയും രാവിലത്തെയും ഫുഡ് ഒരുമിച്ച് കമ്പൈൻ ആയിട്ട് കഴിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. 10-20 മിനിറ്റ് ആയല്ലോ. ഇതിപ്പോ എങ്ങാനും കിട്ടുമോ? ഇത് റെഡി ആയില്ലല്ലോ. 8335 ഞാനാ നോക്കുന്നത്. രാവിലെ 10 മണിയായിട്ടുള്ളൂ. വേണ്ട പുള്ളിക്കാരി എന്നെ പറയുന്നത് രാവിലെ 10 മണിക്കൊക്കെ ആരെങ്കിലും ബിരിയാണി ഓർഡർ ചെയ്യൂ. എന്തായാലും ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. വല്ലപ്പോഴും ആണ്ടിനും സംക്രാന്തിക്കുമാണ് ഞാൻ ആ പണിക്ക് ഇറങ്ങുന്നത്. ആ പണിക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഓരോ പണി കിട്ടുകയും ചെയ്യും. അങ്ങനെ അധിക നേരം കാത്തിരിക്കാതെ തന്നെ നമ്മുടെ ഓർഡർ കൈ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ പിക്കപ്പ് കൊടുക്കാം. 5624. വെറുതെ അല്ല, ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. സോ ഓർഡർ ചെയ്ത ആള് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ മേ ബി ഒരു ഉച്ചയൊക്കെ ആവണ്ടാവും. അതായത് ഒരു 11 മണി 12 മണിയൊക്കെ ആവണ്ടാവും. അതുകൊണ്ടായിരിക്കും മേ ബി പുള്ളിക്കാരൻ ഇങ്ങനെ നേരത്തെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടാവുക. വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ആദ്യത്തെ ഓർഡർ തന്നെ കിട്ടിയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്കാണ്. ആദ്യത്തെ ഓർഡർ തന്നെ നമുക്ക് കുറച്ചൊരു വള്ളിയായി പോയി. ഒരു 15-20 മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നു. 20 രൂപയുടെ ഓർഡറാണ്. കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ് സുഹൃത്തുക്കളെ. സോ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. നമ്മളിങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ സ്വിഗ്ഗി ഹാൻഡലർ നമ്മളെ കാത്തിരിപ്പുണ്ടാവും. ഈ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ സ്വിഗ്ഗി ഹാൻഡലർ ഇല്ലാത്ത സമയത്ത് നമ്മൾ കസ്റ്റമറെ കാത്തിരിക്കണമായിരുന്നു. ഒരു 12 മണിക്കൊക്കെയാണ് കസ്റ്റമർ വരുന്നതെങ്കിൽ ഇപ്പൊ സമയം 11 മണി ആവുന്നതേ ഉള്ളൂ. അതുവരെ നമ്മൾ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരികയായിരുന്നു. സോ ആ സമയത്ത് ഫുഡും ക്യാൻസൽ ആവും. അവിടെ പോയി സ്വിഗ്ഗിയുടെ ഹാൻഡലർ. ബ്രോ എവിടെയാണ്? 8335 ആണ്. അങ്ങനെ ആദ്യത്തെ ഓർഡർ നമ്മൾ ഡെലിവറി കംപ്ലീറ്റ് അടിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ഓർഡർ നമ്മൾ പറഞ്ഞു തീരും മുന്നേ അടിച്ചിരിക്കുകയാണ്. എവിടെ നിന്നാണാവോ? വിനായക റെസ്റ്റോറന്റ്. 20 രൂപയുടെ തന്നെയാണ് ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്കങ്ങനെ വലിയ ദുരാഗ്രഹങ്ങളൊന്നുമില്ല. 20 രൂപയുടെ ഓർഡർ ആണെങ്കിൽ 20 രൂപയുടെ ഓർഡർ. പക്ഷെ കിട്ടുമ്പോ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഓർഡർ എടുക്കാനായിട്ട് നമുക്ക് വിനായക റെസ്റ്റോറന്റിലോട്ട് പോവാം. വിനായകയിൽ ഓൾറെഡി ഫുഡ് റെഡി ആയിട്ടുണ്ട്. വീണ്ടും സെൽഫി കൊണ്ട് ആറും തല്ലുവാണല്ലോ. ഗീ റോസ്റ്റ് ദോശ 2 എണ്ണമാണ് നമുക്ക് ഓർഡർ കിട്ടിയത്. ഇങ്ങനത്തെ ഓർഡർ ആക്ച്വലി ഭയങ്കര ഗുഡാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓടാനായിട്ട് വെറും 1-2 കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ടുള്ള ഗുണം, ഒരു മണിക്കൂറിൽ നമുക്കൊരു 4-5 ഓർഡർ എടുക്കാനായിട്ട് പറ്റും. അതായത് 1-1.5 മണിക്കൂർ കൊണ്ട് നമുക്കൊരു സ്ലാബ് അങ്ങ് തീർക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കും, വലിയ ഓർഡർ വരുമ്പോഴല്ലേ ഏണിങ്സ് എന്നുള്ളത്. വലിയ ഓർഡർ വരുമ്പോൾ ഏണിങ്സ് ഉണ്ടാവും, പക്ഷെ അത്രയനുസരിച്ച് നമ്മൾ ഓടും വേണ്ടേ. ഇതാകുമ്പോൾ ഒരു മണിക്കൂറിൽ ഒരു 6 ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 120 രൂപയാവും. ഇതിനു വേണ്ടി നമുക്കൊരു പെട്രോൾ എക്സ്പെൻസ് ഒരു 10-40 രൂപയൊക്കെ ആവുണ്ടാവുള്ളൂ. കാരണം കിലോമീറ്റർ കുറവാണല്ലോ. ഒരു 20 കിലോമീറ്റർ ഓടിയാൽ തന്നെ നമുക്ക് 120-130 രൂപയുടെ ഒക്കെ ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ നേരെ കാണുന്ന മെഡിക്കൽ സ്റ്റോറിലേക്കാണ് നമുക്ക് ഓർഡർ കിട്ടിയത്. സോ അത് അടച്ചിട്ടിരിക്കുകയാണല്ലോ ദൈവമേ. BK മെഡിക്കൽസ്. അപ്പുറം ഭാഗം തുറന്നിട്ടുണ്ടല്ലേ. ഇന്ന് ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും കിട്ടുന്നില്ലല്ലോ. വല്ലാത്തൊരു കൊടുക്കാണ്. പെട്രോൾ അടിക്കണല്ലോ. ബിന്ദു അല്ലേ? താങ്ക് യു.
20 രൂപ നമുക്ക് ടിപ്പ് കിട്ടി ഗൈസ്. അപ്പൊ ഗോയിങ് ടു ദ നെക്സ്റ്റ്. ഇനി എപ്പോ അടിയോ എന്തോ. അമ്മേ വെയില് സഹിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. പോയൊരു സംഭാരം കുടിച്ചാലോ. എന്റെ പൊന്നളിയ സമയം അങ്ങനെ 2 മണിയായിരിക്കുകയാണ്. ഓൾമോസ്റ്റ് നമ്മുടെ 12 മണി തൊട്ട് നമുക്കിപ്പോ 2 മണി വരെ 20 രൂപ സർജ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓർഡർ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ കിട്ടിയത് മുഴുവൻ വലിയ ക്യാഷ് ഓൺ ഡെലിവറി ആണ്. 810, 1300 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്റെ കയ്യിലുള്ള അക്കൗണ്ടിലുള്ള ക്യാഷ് മൊത്തം കഴിയും ചെയ്തു. ഫ്ലോട്ടിംഗ് ക്യാഷ് ലിമിറ്റും കൂടുതലായി. ഇപ്പൊ പഴയതുപോലെയല്ല, ഫ്ലോട്ടിംഗ് ക്യാഷ് ലിമിറ്റ് കൂടിയാല് പഴയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി പെട്ടെന്ന് തന്നെ ഓഫായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഫ്ലോട്ടിംഗ് ക്യാഷ് കൂടിയാലും ഡ്യൂട്ടി ഓഫ് ആവുന്നില്ല. അടുത്ത ഓർഡർ എനിക്ക് വീണ്ടും അടിഞ്ഞു. അത് ആക്ച്വലി ഒരു നല്ല അപ്ഡേഷൻ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയത്ത് ഡ്യൂട്ടി ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇൻസെന്റീവിനെ ബാധിക്കും. അപ്പൊ അത് ഭയങ്കര നല്ലൊരു മുന്നേറ്റമായിട്ട് തോന്നുന്നു. പിന്നെ ഞാനുണ്ടല്ലോ എന്റെ ഡേ ടൈം ഷിഫ്റ്റ് ഞാൻ നൈറ്റിലേക്ക് മാറ്റാൻ പോവാണ്. കാരണം എനിക്ക് വയ്യ കൈ. സത്യം പറയാൻ എനിക്ക് തല പുണ്ണാവുന്നുണ്ട്. തല പുണ്ണാവും മീൻസ് ചൂടും പുകയും എല്ലാം കൂടെ ആയിട്ട് തലവേദനയാവുന്നു. ഇന്ന് പെട്രോൾ അടിച്ചിട്ടില്ല. സോ പെട്രോൾ അടിക്കട്ടെ. 200. സത്യം പറയാ ഈ ചൂടത്ത് നിക്കാനാവൂല. എന്റെ പൊന്നളിയ എമ്മാരി വെയില. കറന്റ് ഉണ്ടല്ലോ നമ്മളിപ്പോ 8 ഓർഡർ ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഒരു 4 ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ഇൻസെന്റീവ് സ്ലാബിലേക്ക് കയറും. പക്ഷെ ഇപ്പൊ എനിക്ക് ഓർഡർ കിട്ടിയത് ഒരു ബാച്ച് ഓർഡർ ആണ് സൽക്കാര ബൈ പാരഗൺ നിന്നും. ഈ 2 ഓർഡർ എനിക്ക് കിട്ടിയത് എന്റെ വീടിന്റെ ഭാഗത്തേക്കാണ്. സോ കൊടുത്തിട്ട് എനിക്ക് തിരിച്ചു വരാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ക്യാഷ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 12,000 രൂപയും കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് ഓർഡർ എടുക്കാനായിട്ട് ഇതേ സൽക്കാര ബൈ പാരഗൺ എത്തിയിരിക്കുകയാണ്. 2 ഓർഡർ കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലാബിലേക്ക് കയറും. പക്ഷെ ആ 2 ഓർഡർ എനിക്ക് വേണ്ട. ഒന്ന് മാറിയാൽ ഇതൊന്നും നിർത്താമായിരുന്നു. അത് 5744 ആണോ? ഈ 2 ഓർഡറിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. എന്റെ അമ്മോ എന്തൊരു തലവേദനയാണെന്നറിയോ. ഈ വെയില് കൊണ്ടിട്ടുള്ള തലവേദനയാണിത്. പക്ഷെ എന്റെ അമ്മോ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഈ മൈഗ്രെയിൻ ഒക്കെ അടിച്ച പോലെ. ഞാനില്ല മക്കളെ, ഇനി ഞാൻ ഡേ ടൈമിൽ വർക്ക് ചെയ്യുന്ന പരിപാടിയില്ല. ഞാനിപ്പോ ഷിഫ്റ്റ് ചേഞ്ചിനുള്ള ഫോം കൊടുത്താലും അവർ അപ്രൂവ് ആക്കി തരും തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഒരുപാട് പേര് ഈ ഡേ ടൈമിലുള്ളത് നൈറ്റ് ഷിഫ്റ്റിലേക്ക് മാറ്റാനുള്ള പ്ലാൻ ഉണ്ടായിരിക്കും. കാരണം ഈ സമയത്ത് വർക്ക് ചെയ്യാൻ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങിയിരിക്കുന്നത്. ഞാനതല്ല ആലോചിക്കുന്നത്. ഈ കണക്കിന് പോവാണെന്നുണ്ടെങ്കിൽ ഒരു 2 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റൂല ഈ സമയത്ത് എന്ന് പറയും. എന്തായാലും നൈറ്റ് ഷിഫ്റ്റിലേക്ക് കൊടുത്തു നോക്കാം. അവർ ആക്കി തരികയാണെന്നുണ്ടെങ്കിൽ എന്റെ ഭാഗ്യം എന്ന് പറയാം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ പൊരിഞ്ഞ വെയിലത്ത് ഞാൻ വീണ്ടും പണിയെടുക്കേണ്ടി വരും. ഓക്കെ ഗൈസ്, അങ്ങനെ ബാച്ച് ഓർഡറിലെ ആദ്യത്തെ ഓർഡറുമായി നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവാണ്. കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് 2 ചിക്കൻ ദം ബിരിയാണിയാണ്. ഈ ആദ്യത്തെ ലൊക്കേഷനിൽ നിന്നും എന്റെ വീട്ടിലേക്ക് വെറും 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പറ ഞാൻ തിരിച്ചു വരുന്നത് മോശമല്ലേ? അത് കൊടുത്തങ്ങ് പോട്ടെ, എന്നിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ, അതാ നല്ലത്. എന്തായാലും ആദ്യത്തെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവാം. ആദ്യത്തെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സൗപർണിക എന്നാണ് വീട്ടുപേര്. ഇത് ഏതാണാവോ വീട്? സൗപർണിക ഇതാണെന്ന് തോന്നുന്നു. യെസ്, ഇത് തന്നെ കറക്റ്റ് ലൊക്കേഷൻ ആണല്ലോ. ചിന്നുവിടല്ലേ. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി അടുത്തത് എന്റെ അമ്മോ, ഒരു 2 ഓർഡറും കൂടെ കഴിഞ്ഞിട്ടാണ് ഈ 2 ഓർഡർ കിട്ടുന്നതെങ്കിൽ സെറ്റ് ആയനെ. കാരണം ഈ അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് പോകാനുള്ളതെന്ന് പറയുമ്പോൾ എന്റെ വീടിന്റെ അവിടെ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് സോണിലേക്ക് 12 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനിപ്പോ റിട്ടേൺ ടു സോൺ വരണമെങ്കിൽ 10 കിലോമീറ്റർ അഡീഷണൽ ഓർഡറോ. അതിനേക്കാൾ നല്ലതെന്ന് പറയുമ്പോൾ എനിക്ക് വീട്ടിൽ പോകുന്നതല്ലേ. സോ കിട്ടിയ പൈസയും കൊണ്ട് ഞാനിപ്പോ ഇതും കൊണ്ട് വീട്ടിൽ പോകും. നമ്മളിപ്പോ ആദ്യത്തെ സ്ലാബ് മാത്രമേ അടിക്കുള്ളൂ. എന്തായാലും നമുക്ക് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവാം. ഇന്നലെ പോയി വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് തല പൊക്കാൻ പറ്റിയില്ല, സംസാരിക്കാൻ പോലും എനിക്ക് പറ്റില്ല. അതിന് തലവേദനയായിരുന്നു. ഒന്നാമത് നമുക്ക് വെയിലേറ്റ് നമ്മൾ ഒരുപാട് ചൂടെടുക്കുന്ന സമയത്ത് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. പിന്നെ നമ്മൾ ഹെൽമെറ്റിലേക്ക് ഇങ്ങനെ തലയിലേക്ക് ഇങ്ങനെ വെയിലടിക്കുന്ന സമയത്ത് ഡയറക്റ്റ്ലി കൊള്ളുകയല്ലേ സംഭവം. ഹെൽമെറ്റ് കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റും ചൂടാവും, ഡയറക്റ്റ്ലി നമുക്ക് ഫേസിലോട്ട് വരും ചെയ്യും. ഭയങ്കരമായിട്ട് തലവേദനയൊക്കെ ആയിരുന്നു. അപ്പം ഇന്നലെ നമുക്ക് കിട്ടിയ ഏണിങ്സ് എന്ന് പറയുന്നത് 518 രൂപയാണ്. അത്ര മാത്രമേ നമ്മൾ ഓടിയുള്ളൂ. ഫസ്റ്റ് സ്ലാബ് അടിച്ച് പോന്നിട്ടുള്ളൂ. അപ്പം എക്സ്പെൻസ് എന്ന് പറയുകയാണെങ്കിൽ ആകെ നമ്മൾ 75 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സോ 150 രൂപയുടെ എക്സ്പെൻസ് ഉണ്ട്. അതല്ലാണ്ട് വേറെ നമുക്ക് അഡീഷണൽ എക്സ്പെൻസ് ആയിട്ടൊന്നുമില്ല. സോ അങ്ങനെ നമുക്ക് 350 രൂപയുടെ പ്രോഫിറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ 500 അടിച്ച് വരണമെന്നാണ് താല്പര്യം. ഞാൻ പൊതുവേ അങ്ങനെയാണല്ലോ നമ്മൾ പോവാറ്. അപ്പം ഭയങ്കരമായിട്ട് ക്ഷീണമായി പോയി. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം.